ഹലോ ഗൈസ്, സൈലന്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാ ലീഗയിൽ ഒരു ട്രിപ്പിൾ ത്രെറ്റ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാഴ്സലോണയും റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ. സോ എല്ലാ പോയിന്റിനും എല്ലാ മത്സരത്തിലും ഓരോ പോയിന്റിനും അത്രയും ക്രൂഷ്യൽ വിലയുള്ളൊരു സമയമാണ്. സോ അങ്ങനെ ഒരു സമയത്താണ് റയൽ മാഡ്രിഡ് എഗെയിൻ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തത് ലാ ലീഗയിൽ. ഇത്തവണ റയൽ ബെറ്റിസിനെതിരെയാണ് പോയിന്റ്സ്, എവേ മത്സരത്തിലാണ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തത്. 2-1 ഒരു തോൽവിയാണ് കാർലോ ആൻസെലോട്ടിക്ക് സംഘത്തിന് വേണ്ടി വാങ്ങേണ്ടി വന്നത്. 2020 ശേഷം റയൽ ബെറ്റിസ് ആദ്യമായിട്ടാണ് റയൽ മാഡ്രിഡിനെ തോൽപ്പിക്കുന്നത്. കോരി ചൊരിയുന്ന മഴയത്ത് അവരുടെ സ്റ്റേഡിയത്തിൽ, അതും ഒരു കംബാക്ക് വിക്ടറിയാണ്. ഒരു ഗോളിന് പിറകിൽ പോയതിനു ശേഷമാണ് 2 ഗോൾ അടിച്ച് അവർ തിരിച്ച് മത്സരത്തിൽ വിജയം കണ്ടെത്തിയത്. സോ ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട താരം റയൽ ബെറ്റിസിൻ്റെ ഇസ്കോ, പഴയ റയൽ മാഡ്രിഡ് പ്ലെയർ ആണ്. സോ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം. എനിവേ ലൈനപ്പ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 3 പ്ലെയേഴ്സിനെ മാറ്റി നിർത്തിയിട്ടാണ് റയൽ മാഡ്രിഡ് ഈ ഒരു മത്സരത്തിന് വന്നത് എന്നുള്ളതാണ്. അതിൽ ആദ്യം പറയേണ്ടത് ജൂഡ് ബെല്ലിംഗാമിൻ്റെ കാര്യമാണ്. റെഡ് കാർഡ് ബാനിൻ്റെ സസ്പെൻഷൻ അദ്ദേഹം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഈ ഒരു മത്സരം മിസ് ചെയ്തു. വാൽവേർദയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇനി അത്ലറ്റിക്കോ മാഡ്രിഡുള്ള മത്സരം വരുന്നുണ്ട്. സോ ചെറിയൊരു നോക്ക് കിട്ടിയിട്ട് ആൾ റിക്കവറായി വരുന്നേ ഉള്ളൂ. സോ റിസ്ക് എടുക്കാനായിട്ട് കാർലോ ആൻസെലോട്ടി തയ്യാറായിരുന്നില്ല. സോ ഒരു പ്ലെയറെ റെസ്റ്റ് ചെയ്യുന്ന നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ മിഡ്ഫീൽഡിൽ ഈ അടുത്ത് ഇഞ്ചേർഡായ ഡാനി സെബയോസ് 2 മാസത്തേക്ക് പ്ലെയർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മസിൽ ഇഞ്ചുറിയാണ്. സോ ആ ഒരു താരം ഇല്ലാണ്ടാണ് റയൽ മാഡ്രിഡ് ഈ ഒരു മത്സരത്തിന് വന്നു. സോ റയൽ മാഡ്രിഡ് മിഡ്ഫീൽഡിൽ കളിച്ചിരുന്നു ബ്രഹീം ഡയാസും മോഡ്രിച്ചും ചോമനി ആയിരുന്നു. ഡിഫൻസീവ് ലൈനിൽ നോക്കുകയാണെങ്കിൽ സെന്റർ ബാക്ക് പെയറിംഗ് ആയിട്ട് വന്നത് റുഡിഗറും ഡേവിഡ് അലബയാണ് ഉണ്ടായത്. റോളസൻഷോന്റെ ബെഞ്ചിലാണ് ഉണ്ടായിരുന്നത്. അതേപോലെ റൈറ്റ് ബാക്കായിട്ട് വാൽവർഡേക്ക് വരാൻ ലുക്കാസ് വാസ്കസും, ലെഫ്റ്റ് ബാക്കായിട്ട് മെൻഡിയാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഫ്രണ്ട് 3 ആസ് യൂഷ്വൽ റോഡ്രിഗോ, വിനീഷ്യസ് ജൂനിയർ ആൻഡ് എംബാപ്പെ. ഇനി റയൽ ബെറ്റിസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പെൽഗ്രീനിക്ക് കീഴിൽ ഇറങ്ങിയ ടീം ഒരു 4-3-1 ഫോർമേഷനാണ്. ഈ പേപ്പറാണ് ഇരുന്നിരുന്നത്. സോ ഇസ്കോ മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്ന ആന്റണി ആ റെഡ് കാർഡ് തിരുത്തിയതിന് ശേഷം, റെഡ് കാർഡ് സസ്പെൻഷൻ വേണ്ടാന്ന് വെച്ചതിന് ശേഷം ആന്റണി ഉണ്ടായിരുന്നു റൈറ്റ് വിങ്ങിൽ. ആൻഡ് കുച്ചോ ഫെർണാണ്ടസ് ആണ് ആ ഒരു സ്ട്രൈക്കിംഗ് റോളിൽ കളിച്ചിരുന്നത്. സോ ഇനി മത്സരം തുടങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ 10 മിനിറ്റ് ടോട്ടൽ ഡോമിനേഷൻ റയൽ മാഡ്രിഡിന് തന്നെയായിരുന്നു. നല്ല പന്തടക്കും മീൻസ് ബോളെല്ലാം റയൽ മാഡ്രിഡിന്റെ കലകളിൽ തന്നെയാണ്. അതിനുശേഷം 10ാമത്തെ മിനിറ്റിലാണ് റയൽ മാഡ്രിഡ് ഗോൾ കണ്ടെത്തുന്നത്. ഒരു 5 മാൻ ഡിഫൻസീവ് ലൈനിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കണ്ടെത്താനായിട്ട് കിലിയൻ എംബാപ്പയ്ക്ക് കഴിയുന്നു. സോ ആ ഒരു വെക്കുന്ന ഗ്യാപ്പിലേക്ക് ലെഫ്റ്റിൽ നിന്ന് ഓടിക്കിടുന്ന ഫെർലാൻ മെൻഡിയിലേക്ക് ഗോൾ കീപ്പർ അടക്കം കമ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. സോ അവിടെ ഫെർലാൻ മെൻഡി വെച്ച് കൊടുക്കുന്ന ഒരു കട്ട് പാസ് നേരെ ബ്രഹീം ഡയാസിന്റെ കലകളിലേക്കാണ് വരുന്നത്. ഒരു ഓപ്പൺ നെറ്റിലേക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ബ്രഹീം ഡയാസിന് കഴിഞ്ഞു. സോ ആ ഒരു 10ാമത്തെ മിനിറ്റിൽ തന്നെ റയൽ ബെറ്റിസിന്റെ സ്റ്റേഡിയത്തിൽ ഒരു ലീഡിങ് ഗോൾ കണ്ടെത്താനായിട്ട് റയൽ മാഡ്രിഡിന് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു വളരെ കംഫർട്ടബിൾ ആയിട്ട് റയൽ മാഡ്രിഡ് ഈ ഒരു മത്സരം പ്രോഗ്രസ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ആ ഒരു ഗോളിന് ശേഷം റയൽ മാഡ്രിഡ് ശരിക്കും സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ ഒരു ഗോളിന് ശേഷം റയൽ മാഡ്രിഡിന്റെ കലയിൽ നിന്ന് പന്ത് നഷ്ടപ്പെടുന്നു. മിഡ്ഫീൽഡിൽ ഒരു ഡോമിനേഷനോ ഒരു കൺട്രോളോ കൊണ്ടുവരാനായിട്ട് റയൽ മാഡ്രിഡിന് കഴിയുന്നില്ല. റയൽ ബെറ്റിസ് പ്ലേയേഴ്സ് കൂടുതലായിട്ട് റയൽ മാഡ്രിഡിന്റെ അറ്റാക്കിംഗ് ഹാഫിലേക്ക് കയറുന്നു, ബോക്സിലേക്ക് കൂടുതലായിട്ട് എൻട്രി നടത്തുന്നു, മൾട്ടിപ്പിൾ ഷോട്ട്സ് വരുന്നു, മൾട്ടിപ്പിൾ കോർണേഴ്സ് വരുന്നു. അങ്ങനെ 34ാമത്തെ മിനിറ്റിലാണ് റയൽ ബെറ്റിസ് അവരുടെ ഇക്വലൈസിങ് ഗോൾ കണ്ടെത്തിയത്. ഇസ്കോ ആണ് ആ കോർണർ കിക്ക് എടുത്തത്. സോ ആ ഒരു കോർണർ കിക്കിനേക്ക് ജോണി കാർഡോസ് ആണ് തലവെച്ച് ഗോളാക്കുന്നത്. ഈ ഒരു മത്സരത്തിൽ റയൽ മാഡ്രിഡ് വഴങ്ങിയ 2 ഗോളുകളിലും ഡിഫൻസീവ് എറേഴ്സ് പറയാനുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു ഗോളിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ ടു മാൻ മാർക്കിങ്ങിൽ വളരെ പരാജയപ്പെടുന്നുണ്ട്. അവിടെ ആ ഒരു കോർണർ കിക്ക് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ്, ജോണി കാർഡോസ് ഒരു പ്ലെയർ ഓടി കയറുമ്പോൾ അദ്ദേഹത്തിന് മാർക്ക് ചെയ്യാനായിട്ട് ആരുമില്ല. ഒരു ഓപ്പൺ സ്പേസിലേക്ക്, ഗോൾ കീപ്പറിന്റെ മുന്നിൽ സെൻട്രൽ ഏരിയയിൽ ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് ജോണി കാർഡോസ് ഓടിക്കയറുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം ആ ഒരു കോൺടാക്ട് കൊടുക്കുന്നത് ബോളുമായിട്ടും. സോ അദ്ദേഹത്തെ മാർക്ക് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് റയൽ മാഡ്രിഡ് ഡിഫൻസിന് കഴിയാതെ പോകുന്നു. അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന് ആ ഒരു സിറ്റുവേഷനിൽ കോർണർ ഡിഫെൻഡ് ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ്. അവിടെ വലിയൊരു പാളിച്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ അതിനുശേഷം ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുമ്പ് തന്നെ ലീഡിംഗ് ഗോൾ കണ്ടെത്താനുള്ള സാഹചര്യം റയൽ ബെറ്റിസിന് വന്നതാണ്. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ ആന്റണിയുടെ വക ഒരു ഷോട്ട് ഉണ്ട്, പക്ഷെ അത് പുറത്തേക്ക് പോയി. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്ന നിമിഷങ്ങളിലേക്ക് എത്തിയപ്പോഴാണ് ജോണി കാർഡോസോ വഴി എഗെയിൻ ഒരു കോർണർ കിക്കിലേക്കുള്ള അവസരം വരുന്നത്. ഡിഫ്ലക്റ്റഡ് ഹെഡറായിരുന്നു, പക്ഷെ അത് ഇത്തവണ കോട്ടോ സ്ലിപ്പ് ചെയ്തിട്ടാണെങ്കിലും അത്യാവശ്യം തട്ടി അകറ്റി എന്നുള്ളതാണ്. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ 1-1 എന്നുള്ള സ്കോർ ലൈനിലാണ് മത്സരം നിന്നത്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ റയൽ മാഡ്രിഡിന് കഴിയും എന്ന് കരുതിയെങ്കിലും 52ാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയ അവസ്ഥയായിരുന്നു റയൽ മാഡ്രിഡിന്. സെൻട്രൽ ലൈനിൽ നിന്നും ഇസ്കോ കൊടുക്കുന്ന ഒരു ക്വിക്ക് ത്രൂ ബോളിലേക്ക് ജീസസ് റോഡ്രിഗോസാണ് ഓടിക്കയറുന്നത്. സോ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് റയൽ മാഡ്രിഡ് ഡിഫെൻസീവ് ലൈനിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അവിടെ റുഡിഗറും ലെഫ്റ്റ് ബാക്കായ ഫെർലാൻ മെൻഡിയുടെ ഇടയിൽ ഹ്യൂജ് ഗ്യാപ്പിലേക്കാണ് ജീസസ് റോഡ്രിഗസ് കറക്റ്റായിട്ട് ഓടിക്കരുത് എന്നുള്ളതാണ്. സോ ജീസസ് റോഡ്രിഗസ് ഓടിക്കയറുമ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷനായിട്ട്
ആൻ്റണി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഫെർലാൻ മെൻഡി അവിടെ കറക്റ്റായിട്ട് ആ ഒരു ഏരിയ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ റോഡ്രിഗസ് നേരെ തന്നെ അറ്റാക്ക് ചെയ്യാമെന്നുള്ള തീരുമാനം എടുക്കുന്നു. പക്ഷേ ആ ഒരു സമയത്തേക്കും റൂഡിഗർ ബാക്കിൽ നിന്ന് ഓടി വരുന്നുണ്ടായിരുന്നു. റൂഡിഗർ ബോക്സിൽ പ്ലെയറിനെ ഇടിച്ചിടുന്നൊരു സാഹചര്യമായിരുന്നു. റഫറി എടുത്ത വഴിക്ക് തന്നെ പെനാൽറ്റി വിളിച്ചു. ആർക്കും വലിയ കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടായില്ല. ഇറ്റ് വാസ് എ ക്ലിയർ പെനാൽറ്റി. സോ പെനാൽറ്റി എടുക്കാൻ വന്ന ഇസ്കോ ആയിരുന്നു. ഇസ്കോൻ്റെ ഷോട്ട് ഗസ് ചെയ്യാനായിട്ട് ഡയറക്ഷൻ ഗസ് ചെയ്യുന്നതിൽ കോട്ടോ വിജയിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ടിൻ്റെ സ്പീഡ് കുറച്ചും കൂടി കൂടുതലായിരുന്നു. സോ അങ്ങനെ ഇസ്കോ റയൽ ബെറ്റിസിൻ്റെ വിന്നിംഗ് ഗോൾ 52ാമത്തെ മിനിറ്റ് ലാസ്റ്റ് സ്റ്റേഡിയത്തിൽ നേടി എന്നുള്ളതാണ്. സോ അതിനുശേഷം മത്സരത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് പിന്നെയും റയൽ മാഡ്രിഡ് ശ്രമിക്കുന്നതിൻ്റെ അതിനു മുമ്പ് തന്നെ റയൽ ബെറ്റിസിന് പിന്നെയും നല്ലൊരു അവസരം കിട്ടിയതാണ്. ആൻ്റണിക്ക് ഒരു അവസരം കിട്ടിയേനെ, ഒരു 1-on-1 സിറ്റുവേഷൻ ആയേനെ. പക്ഷേ അവിടെ അലബ ഒരു ഫൗൾ ചെയ്ത് ഒരു മഞ്ഞക്കാട് മേടിച്ച് ആ ഒരു സിറ്റുവേഷൻ റയൽ മാഡ്രിഡ് സേവ് ചെയ്ത് വിടുന്നുണ്ട്. സോ ആ ഒരു മഞ്ഞക്കാട് മേടിച്ചതിന് ശേഷം തന്നെ അലബേനെ പിൻവലിക്കുന്നുണ്ട് കാർലോ ആൻസലോട്ടി. അവിടെയാണ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ അത്യാവശ്യം കൺഫ്യൂസിങ് ആയത്. കാരണം അലബേനെ മാറ്റിയിട്ട് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത് അലബയും റുഡിഗറും ഈ ഒരു മത്സരത്തിൽ വളരെ മോശം പെയറിങ്, ആ ഒരു പെയറിങ്ങിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു ഈ ഒരു മത്സരത്തിൽ. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അലബേനെ മാറ്റിയിട്ട് റോളസെൻഷ്യോനെ ആയിരിക്കും ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അലബേനെ മാറ്റിയിട്ട് കമവിംഗേനാണ് ഇറക്കിയത്. എന്നിട്ട് ചോമണീനെ മിഡ്ഫീൽഡിൽ നിന്ന് സെൻറ്റർ ബാക്കിങ്ങിലേക്ക് മാറ്റി. സോ അതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത് ഒരു പിടിയില്ല. എന്താണ് കാർലോ ആൻസലോട്ടി അതിൽ നിന്ന് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. അതേപോലെ തന്നെ ബ്രഹീം ഡയാസിനെ പിൻവലിച്ചുകൊണ്ട് ആഡ ഗൂലറിനെ കളത്തിലേക്ക് ഇറക്കി വിട്ടു. പക്ഷേ ഇതുകൊണ്ടൊന്നും വലിയ കാര്യമായിട്ട് ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് റയൽ മാഡ്രിഡിന് കഴിഞ്ഞില്ല എന്നുള്ളത്. പിന്നീട് 66ാമത്തെ മിനിറ്റ് എത്തിയപ്പോൾ എഗെയിൻ മറ്റൊരു ഗോളും കൂടി നേടാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവിടെ റയൽ ബെറ്റിസ് പാഴാക്കുന്നുണ്ട്. ആൻ്റണി റൈറ്റ് വിങ്ങിൽ നിന്ന് കൊടുക്കുന്ന പന്ത് ഗുച്ച ഹെർണാണ്ടസിൻ്റെ ഷോട്ട് പക്ഷേ വൈഡായി ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്തതിന് പക്ഷേ അത് വൈഡായി പോവുകയായിരുന്നു. സോ അതിനുശേഷം മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ റയൽ മാഡ്രിഡ് കണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. 75ാമത്തെ മിനിറ്റ് ആയപ്പോൾ കിലിയൻ എംബാപ്പേനെ പിൻവലിക്കുന്നുണ്ട്. പ്ലെയറിന് അധികം സമയമൊന്നും ഈ മത്സരത്തിന് പ്രിപ്പറേഷന് കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് ആ പ്ലെയർ മാറ്റിയെന്നുള്ളത് മനസ്സിലാക്കാം. എൻട്രിക്കിനെ ഇറക്കി വിടുന്നുണ്ട്. എൻട്രിക്കിനാണെങ്കിലും മത്സരത്തിൽ 2 ഷോട്ട് എടുക്കാനുള്ള അവസരം ഉണ്ടായി, 2ഉം പാളി പോകുന്നൊരു സാഹചര്യം. സെക്കൻഡ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ 3 തവണ എങ്ങാണ്ടാണ് ഡേഞ്ചറസ് ആയിട്ട് ബോള് ബോക്സിലേക്ക് റയൽ ബെറ്റിസിൻ്റെ ബോക്സിലേക്ക് വന്നു. പക്ഷേ അവിടെയെല്ലാം ഗോൾ കീപ്പറായ ഏഡ്രിയാൻ കറക്റ്റായിട്ട് ഇൻ്റർസെപ്ഷൻ കൊടുക്കുന്നതും കണ്ടായിരുന്നു. അതുപോലെ വിനീഷ്യസ് ജൂനിയറിൻ്റെ കാര്യം പറയേണ്ടതുണ്ട്. ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചിരുന്ന വിനീഷ്യസ് ജൂനിയറിന് യെറ്റ് അനദർ എന്താ പറയുക മോശം പ്രകടനം തന്നെയാണ് പ്ലെയറിൻ്റെ ഭാഗത്തു നിന്ന് എഗെയിൻ വന്നത്. നല്ലൊരു പെർഫോമൻസ് കൊടുക്കുക അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരു ഷോട്ടാണ് സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ എടുത്ത് പറയാൻ തക്ക ഉള്ളത്. പക്ഷേ അത് ഗോൾ കീപ്പറായ ആഡ്രിയൻ്റെ കൈകളിലേക്കായിരുന്നു. സോ അതും വേറെ ഇമ്പാക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. മിഡ്ഫീൽഡ് ശരിക്കും റയൽ മാഡ്രിഡ് ഈ ഒരു മത്സരത്തിൽ ബീറ്റണെ ഒരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് അറ്റാക്കിംഗ് വൈസ് പ്രോഗ്രസീവ് വൈസ് കൺട്രോൾ കൊണ്ടുവരാൻ പറ്റുന്നതിനെ ഹോൾഡ് ചെയ്ത് കളിക്കുന്നതിലും കൺട്രോൾ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല. അതുപോലെ മോഡ്രിച്ച് ഫുൾ മിനിറ്റ്സ് കളിച്ചതും എല്ലാവർക്കും വല്ലാത്തൊരു ആശയക്കുഴപ്പമുള്ളൊരു കാര്യമാണ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ റോളസെൻഷ്യോനെ കൊണ്ടുവരാത്ത ചോമനീനെ സെൻറ്റർ ബാക്കിംഗ് പെയറിങ് ആക്കിയതും കാർലോ ആൻസലോട്ടിയുടെ കോൾസ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നി. അതേപോലെ ഫ്രണ്ട് 3 മൊത്തത്തിൽ പറയുകയാണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും എംബാപ്പെ ആണെങ്കിലും കാര്യമായിട്ട് ഞാൻ ആദ്യത്തെ ഗോളിന് ശേഷം റോഡ്രിഗോയ്ക്കാണെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞു. ഒരു പെനാൽറ്റി കോളിന് ക്ലെയിം ചെയ്തിരുന്നു റോഡ്രിഗോ, പക്ഷേ അത് അത്ര വലിയൊരു ഫൗളായിട്ട് തോന്നിയിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ. ആൻഡ് അറ്റ് ദി എൻഡ് 2-1 റയൽ മാഡ്രിഡ് വീണ്ടും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു. ഒരു ക്രൂഷ്യലായ ഒരു ട്രിപ്പിൾ ത്രെറ്റ് ഫൈറ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നടക്കുന്ന ഒരു സമയത്ത് എഗെയിൻ റയൽ മാഡ്രിഡ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ റയൽ ബെറ്റിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇസ്കോൻ്റെ കാര്യം പറയാനായിട്ടുള്ളത്, ഇസ്കോ ഹി വാസ് റണ്ണിങ് ദ മിഡ്ഫീൽഡ്, ഫുൾ ഓടി നടന്ന് കളിക്കുകയായിരുന്നു കംഫർട്ടബിളായിട്ട്. അതാണ് കൊടുക്കുന്നത്. അവിടെ ഒരു ചലഞ്ച് കൊടുക്കാൻ പോലും റയൽ മാഡ്രിഡ് മിഡ്ഫീൽഡിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇസ്കോ വളരെ കംഫർട്ടബിളായിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ആൻ്റണി വാസ് കോസിങ് പ്രോബ്ലംസ് ഫോർ റയൽ മാഡ്രിഡ് ഫ്രം ദ വിങ്. ആൻഡ് ഡിഫൻസീവ് ലൈൻ പറയേണ്ടതുണ്ട്. ലോറൻ്റെയും ബാർട്രയുടെയും ഡിഫൻസീവ് ലൈൻ റയൽ ബെറ്റിസിൻ്റെ സെൻറ്റർ ബാക്ക് പെയറിങ് അവരുടെ ഗ്രേറ്റ് ജോബ്. അതേപോലെ ഫുൾ ബാക്സായ സബാലിയുടെയും റോഡ്രിഗൂസിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. റൈറ്റ് ബാക്കിൽ കളിച്ച സബാലി അത്യാവശ്യം വെട്ടിപ്പായിട്ട് തന്നെ വിനീഷ്യസ് ജൂനിയറിനെ പൂട്ടിയായിരുന്നു ഈ ഒരു മത്സരത്തിൽ എന്നുള്ളതാണ്. 80 മിനിറ്റ് വരെ ആ ഒരു പ്ലെയറിനെ പിടിച്ചു നിർത്താൻ സബാലിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതേപോലെ 1-on-1 സിറ്റുവേഷൻസിൽ കാര്യമായ അഡ്വാൻറ്റേജ് ഒന്നും വിനീഷ്യസ് ജൂനിയറിന് കൊടുക്കാതിരിക്കാൻ സബാലി ശ്രദ്ധിച്ചിരുന്നു. അവിടെ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു കാര്യം നേരത്തെ പറയാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ ആ ഒരു അഗ്രസീവ് ബിഹേവിയറിനെ പറ്റി എല്ലാവർക്കും അറിയാം. സോ ഈ ഒരു മത്സരത്തിലാണ് മഞ്ഞക്കാട് മേടിച്ചതിന് ശേഷം ആവശ്യമില്ലാത്ത ഫൈറ്റുകളിലേക്കൊക്കെ പോകുന്നത്. ആ ഒരു സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ലാണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇനി എന്ന് മാറുമെന്ന് അറിയില്ല. എത്രയും പെട്ടെന്ന് മാറിയാൽ ആ പ്ലെയറിനും ടീമിനും നല്ലത് എന്നുള്ളതാണ്. അതുപോലെ ലെഫ്റ്റ് ബാക്ക് അതിന് റോഡ്രിഗൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റോഡ്രിഗൂസ് അറ്റാക്കിംഗ് ഏരിയാസിൽ അത്യാവശ്യം ഈ ഒരു പ്ലെയറിൻ്റെ പ്രസൻസ് കണ്ടിന്യൂ ഇൻവേർട്ട് ചെയ്ത് അറ്റാക്കിംഗ് സോൺസിൽ ഈ പ്ലെയറിൻ്റെ ഒരു സാമീപ്യം ഈ ഒരു മത്സരത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു. ആൻഡ് ഓവറോൾ ആ ഒരു ഡിഫെൻസീവ് ലൈൻ പക്കയായിട്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ റയൽ മാഡ്രിഡിനെ പിടിച്ചു നിർത്തി. അതും ഫാസ്റ്റ് ഫോർവേഡ്സ് അല്ല എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ ഒക്കെ ഉള്ള ഒരു ടീമിനെ വെടിപ്പായിട്ട് പൊസിഷനിങ് ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പിടിച്ചു നിർത്താനായിട്ട് റയൽ ബെറ്റിസിൻ്റെ ഒരു ഡിഫൻസീവ് ലൈനെ സാധിച്ചു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അങ്ങനെ 26 മത്സരം 38
പോയിന്റുമായിട്ടാണ് റയൽ ബെറ്റിസ് ഇപ്പോൾ 6ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. റയൽ മാഡ്രിഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അത്ലറ്റിക് ക്ലബിനെതിരെ ഒരു 1-0 വിജയം നേടിയിരുന്നു. സോ അതുകൊണ്ട് അവർ മേലോട്ട് പോയി. സോ റയൽ മാഡ്രിഡ് ഇപ്പോൾ 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 54 പോയിന്റുമായിട്ട്. സോ ഈ ഒരു പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് വളരെ ക്രൂഷ്യൽ ആവാൻ ചാൻസസ് ഉണ്ട് ലാ ലീഗയിൽ. സോ എന്തായാലും ഈ ഒരു മത്സരത്തിൽ ജൂഡ് ബെല്ലിംഗാമിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. മിഡ്ഫീൽഡിൽ ജൂഡ് ബെല്ലിംഗാമിനെ സബയോസിനെയും പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ജൂഡ് ബെല്ലിംഗാമിൻ്റെ കാര്യം കുറച്ചുകൂടി എടുത്ത് പറയാൻ തോന്നുന്നു. ജൂഡ് ബെല്ലിംഗാമിനെ വെടിപ്പായിട്ട് മിസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മത്സരത്തിൽ എന്നുള്ളതാണ്. അതേപോലെ കാർലോ ആൻസെലോട്ടിയുടെ കോൾസും വളരെ, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കോൾസ് എല്ലാം വളരെ കൺഫ്യൂസിങ് ആണ് അത്യാവശ്യം. സോ എനിവേ ലാ ലീഗ ടൈറ്റിൽ റേസിൽ ഈ ഒരു പോയിന്റ് സ്റ്റോപ്പ് എത്രത്തോളം റയൽ മാഡ്രിഡിന് ഒരു പണിയാവും എന്നുള്ളത് കണ്ടിരുന്നു. ഇപ്പോൾ മത്സരത്തിന് ശേഷം കാർലോ ആൻസെലോട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, വി ഡിസേർവ് ടു ലൂസ്, ഞങ്ങൾ തോൽക്കാൻ അർഹിച്ചിരുന്നു, അത്രയും മോശം പ്രകടനമായിരുന്നു ടീമിൻ്റെ കോച്ച് തന്നെ സമ്മതിക്കുന്നുണ്ട്. സോ ഇനി അടുത്ത മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ഈ രീതിയിൽ ഞങ്ങൾ കളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ തോക്കുമെന്ന് കാർലോ ആൻസെലോട്ടി മുഖത്തടിച്ച പോലെ പറയുന്നുണ്ട്. സോ ടീമിൻ്റെ പെർഫോമൻസ് ഉയരേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണെന്ന് കോച്ച് അവിടെ സമ്മതിച്ചിരുന്നുണ്ട്. സോ ഇനി ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൻഡ് ഫൈനലി, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.